പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ദേവരാജ് അമ്പലവരാണ്. ഇത് വയനാട് ജില്ലയിൽ കേണിച്ചിറ ഭാഗത്തുള്ളൊരു നല്ല ലക്ഷറി വില്ലയാണ്. ഏകദേശം 3000 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തുള്ളൊരു വീട്. ഇതാ ടാർ റോഡ് ഫ്രണ്ടേജാണ്. എല്ലാ വാഹനങ്ങളും സ്മൂത്തായിട്ട് എത്തും. നല്ല നിരന്ന നല്ല ടൗണിൻ്റെ അടുത്താണ്. എന്നാൽ ഗ്രാമത്തിൻ്റെ എല്ലാ ഒരു ഭംഗിയുള്ള ഒരു കാമാൻകോറ്റായ സ്ഥലത്ത് നല്ല സമാധാന അന്തരീക്ഷത്തിൽ നമ്മൾ പറയില്ലേ, ഒരു കാമാൻകോയറ്റ് അങ്ങനത്തെ ഒരു പ്ലേസ്. ഇഷ്ടംപോലെ വീടൊക്കെ അടുത്തുണ്ട്. നല്ല നിരന്നൊരു സ്ഥലം. ഈ കാണുന്ന വീട്, നമുക്ക് ഈ വീട് 3000 സ്ക്വയർ ഫീറ്റാണ്. നല്ല ഭംഗിയുള്ള വീടാണ്. ഓൾറെഡി കുറച്ചും കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടൊന്ന് മോടി പിടിപ്പിച്ചെടുക്കാം. വേണമെങ്കിൽ മുറ്റത്തൊക്കെ ഇൻ്റർലോക്കോ സ്റ്റോൺ വർക്കൊക്കെ ചെയ്തിട്ട് ഒന്നും കൂടെ ഒരു ലെവൽ മാറ്റിയെടുക്കാം. ഇപ്പോഴും ഓക്കെയാണ്. അപ്പോൾ ഈ കാണുന്ന വീട് 4 ബെഡ്റൂമാണ്. അപ്പം പുത്തൻ വീടാണ്. അപ്പോൾ ഈ വീട് ഇപ്പോൾ താമസമുണ്ട് ഇതിൽ. അപ്പോൾ ഈ കാണുന്ന വീടും നിരന്ന് കിടക്കുന്ന 1 ഏക്കറിൽ കൂടുതൽ സ്ഥലവും, ഏകദേശം 1 ഏക്കർ 18 സെൻറ്റ് സ്ഥലത്തോളം വരും ആണ് വിൽപ്പനയ്ക്കുള്ളത്. നമ്മളിപ്പോൾ പുറത്തത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. പുറത്ത് ചുറ്റും നല്ലൊരു ഏരിയയിലാണ്. അപ്പുറത്ത് ഈ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു റോഡ് പോകുന്നുണ്ട്. ഈ താഴോട്ടും സ്ഥലങ്ങളുണ്ട്, റബ്ബറുണ്ട്, കാപ്പി, അങ്ങനെയുള്ള അത്യാവശ്യം ഒരു പറമ്പിലേക്കുള്ള സാധാരണ സാധനങ്ങളൊക്കെ ഉണ്ട്. തെങ്ങ്, കവുങ്ങ്, അങ്ങനെയുള്ള ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു വീട്, ഒരു ലക്ഷറി വീട്, അങ്ങനത്തെ ഒരു ആംബിയൻസിൽ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, കുറച്ചൊരു സമാധാനം ഉള്ളൊരു സ്ഥലത്ത്, ഒരു സൈലൻറ്റ് അന്തരീക്ഷത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റി. എന്നാൽ സിറ്റിയിലേക്ക് വെറും ജസ്റ്റ് 2 കിലോമീറ്ററിൻ്റെ താഴെയുള്ളൂ. നല്ല റൂട്ടുമാണ്. പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും, ആശുപത്രിയും സ്കൂളും കോളേജും ഒക്കെ, അങ്ങനെയുള്ള ആരാധനാലയങ്ങളൊക്കെ അടുത്തുള്ളൊരു ഏരിയ തന്നെ. അപ്പോൾ ഈ വീടാണ് വിൽപ്പനയ്ക്കുള്ളത്. നമുക്ക് വീടിൻ്റെ ചുറ്റുള്ള ഒരു വീടിൻ്റെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ സൈഡും ഈ വലത്തെ സൈഡിൽ കുറച്ച് അപ്പുറത്തേക്ക് വേറൊരു റോഡും കൂടെ അപ്പുറത്ത് കൂടെ പോകുന്നുണ്ട്. അതൊരു പ്രൈവറ്റ് റോഡാണ്. അങ്ങനെ കൂടുതൽ ആൾക്കാർ പോകുന്ന റോഡല്ല, ഒരു വീട്ടിലേക്കുള്ള റോഡ്. നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് തന്നെ പെട്ടെന്നൊന്ന് കയറി പോവാം. നമുക്ക് ആ വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കാണാം. നമുക്ക് കയറുമ്പോൾ തന്നെ ഒരു വലിയൊരു ഹാളാണ്, വിശാലമായ ഹാളാണ്, നല്ല വലിപ്പമുള്ളൊരു ഹാളാണ്. വലിയൊരു TV സ്റ്റാൻഡും ഫുള്ള് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള നമ്മൾ കണ്ടല്ലോ, നല്ലൊരു വിശാലമായ സെറ്റിയും ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ഹാളൊരു സ്പേഷ്യസ് ഹാളാണ്. നല്ല ഭംഗിയുള്ള രീതിയിലാണ്. ഇപ്പം നമ്മൾ കണ്ടല്ലോ, വെൻറ്റിലേഷനൊക്കെ ഹെവി വെൻറ്റിലേഷനാണ്. കണ്ടമാനം നമ്മൾ കണ്ടല്ലോ, ജനൽപ്പാളിയൊക്കെ ഇവിടെയുണ്ട്, അപ്പുറ സൈഡിലുണ്ട്. നല്ല വലിയ വാതിലുകളൊക്കെയാണ്. TV സ്റ്റാൻഡൊക്കെ നമ്മൾ കുറച്ചും കൂടെ നല്ല ഏത് രീതിയിൽ ഇതാക്കിയെടുക്കാൻ പറ്റുന്ന സൗകര്യമുള്ള ഇതാ ഇവിടെയും ഒരു എക്സ്ട്രാ ഒരു സിറ്റിംഗ് സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ഏരിയ ഉള്ളത് ഒരു വാഷിംഗ് ഏരിയ ഇവിടെ ഉണ്ട്. ഇതിലിപ്പോൾ താമസക്കാർ കുറച്ച് ആൾ കുറവായതുകൊണ്ടാണ് അധികം ഏരിയ നമ്മളവിടെയൊക്കെ യൂസ് ചെയ്യാത്തത്. ഇത് താഴത്തെ ഒരു ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. മൊത്തം 4 ബെഡ്റൂമുണ്ട്. എല്ലാം അറ്റാച്ച്ഡാണ്. അപ്പോൾ നമുക്ക് അടുക്കളയൊക്കെ നല്ല വിശാലമായ സ്പേസുള്ള അടുക്കളയാണ്. അപ്പോൾ ഒരു ബെഡ്റൂമിൻ്റെ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ബാത്റൂമൊക്കെ അറ്റാച്ച്ഡാണ്. അപ്പോൾ ഒക്കെ നല്ല സൗകര്യങ്ങളുള്ള, ഒക്കെ ലേറ്റസ്റ്റ് മോഡലുള്ള സംഭവങ്ങളാണ്. ടവറും എല്ലാ സംഭവങ്ങളൊക്കെ നമ്മൾ ബാത്തിൻ്റെ സൗകര്യങ്ങളൊക്കെ കണ്ടു. ഒക്കെ നല്ല സൗകര്യങ്ങളാണ്, ലേറ്റസ്റ്റ് മോഡലാണ്. മുകളിലേക്കും അതേ നല്ലൊരു സ്റ്റെയറൊക്കെ നല്ല ഭംഗിയാക്കിയിട്ട് ലൈവ് കിച്ചണായിട്ട് ഉപയോഗിക്കാം. നമ്മളുണ്ടല്ലോ, കിച്ചണൊക്കെ നല്ല രീതിയിലാണ് തട്ടുകളും വർക്കുകളും. അവിടെ തന്നെ ഒരു ഡൈനിങ് ടേബിൾ അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, സീലിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയ അടുക്കളയൊക്കെയാണ്. ചെറിയൊരു സ്റ്റോർ സൗകര്യം അവിടെ ഉണ്ട്. ഇവിടെ തന്നെ ഇഷ്ടംപോലെ കബോർഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സാധനങ്ങളൊക്കെ അവിടെ വെക്കാം. ഇനി സെക്കൻഡ് ഒരു ഏരിയയും കൂടെ അവിടെ ഉണ്ട്. നമുക്കിവിടെ പുകയില്ലാത്ത അടുപ്പ്, അങ്ങനത്തെ സൗകര്യമൊക്കെ സെക്കൻഡ് അടുപ്പായിട്ടാണ്. അപ്പോൾ അങ്ങനെ 3 ഏരിയ അവിടെ ഉണ്ട്. ഒരു ഗോഡൗൺ സൗകര്യം, ഒരു സ്റ്റോർ സൗകര്യം ഉണ്ട്, വലിയൊരു കിച്ചണുണ്ട്, ചെറിയൊരു പുകയില്ലാത്ത അടുപ്പ്, അങ്ങനത്തെ വിറക് കത്തിക്കാനുള്ള വേറൊരു സെക്ഷനുണ്ട്. എല്ലാം കൊണ്ട് ഇഷ്ടംപോലെ സ്പേസ് ഇഷ്ടംപോലെ ഉണ്ട്. ഇത് 1ാം നിലയിലത്തെ കാഴ്ചകളാണ്. നല്ല സ്പേസ്, ഹാളൊക്കെ നല്ല വിശാലമായ, നമുക്കൊരു ചടങ്ങൊക്കെ, പ്രാർത്ഥനാ ചടങ്ങ് അങ്ങനെയൊക്കെ നടത്തണമെങ്കിൽ വിശാലമായ സൗകര്യമുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ ആ കാഴ്ചയും കൂടെ ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ സ്റ്റെയർ കയറിയിട്ട് ഭയങ്കര വിശാലമായിട്ടുള്ള, സാധാരണക്കാട്ടും നല്ല വലിയ സ്റ്റെയറുകളൊക്കെയാണ്. ഇഷ്ടംപോലെ ഒരാൾക്ക് 2 ആൾക്ക് ഒരേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാമെന്നുള്ള രീതിയിലുള്ള വലിപ്പമുണ്ട്. നല്ല വലിയ പടികളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു വർക്കൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ 2ാം നിലയിലെത്തി. 2ാം നിലയിൽ നല്ല വലിയ ഒരു ഹാൾ തന്നെ ഉണ്ട്. ഇഷ്ടംപോലെ സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. നല്ലൊരു ലക്ഷറി വീട് തന്നെയാണ്. നമ്മളൊന്ന് കളർഫുള്ളൊക്കെ ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു വീട് തന്നെയാണ്. ഇപ്പം തന്നെ ഓക്കെയാണ്, എന്നാലും ഒന്നും കൂടെ ഒന്ന് കുട്ടപ്പനാക്കി എടുക്കാം, ഒരു ക്യൂട്ട് വീട്ടിലേക്ക് മാറ്റാം. അപ്പം ഈ കാണുന്ന പുറത്തേക്കുള്ള നമുക്കൊരു തുണികളൊക്കെ ഒന്ന് ഉണങ്ങാനൊക്കെ ഇടാൻ പറ്റുന്നതും വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ളൊരു ഏരിയ ഇവിടെ ഉണ്ട്. ഷീറ്റ് ഇട്ടിട്ട് അങ്ങനത്തെ ഒരു ഏരിയ ഇവിടെ ഉണ്ട്. പിന്നെ അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
ഏരിയ ഒക്കെ ബെഡ് ഏരിയ ഒക്കെ വലിയ ഏരിയകളാണ്. എല്ലാ റൂമും ഇതേപോലെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. എല്ലാ റൂമുകളൊക്കെ ലക്ഷറി ഫീലാണ്, എല്ലാം അറ്റാച്ച്ഡ് ആണ്, എല്ലാം നല്ല രീതിയിലുള്ള വർക്കുകളാണ്. അപ്പം മൊത്തത്തിൽ ഇത് 1 ഏക്കർ 18 സെൻറ്റും, അതായത് 1 ഏക്കറും വീടുമായിട്ട് കൊടുക്കും. ഇനി വേണ്ട നമുക്കൊരു 40 സെൻറ്റ് 50 സെൻറ്റ് വീടായിട്ട് അങ്ങനെ വേണം കൊടുക്കും. 1 ഏക്കറും വീടുമായിട്ടാണെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്നത് 1,25,00,000 രൂപയാണ്. 1,4 കോടിയാണ് ആവശ്യപ്പെടുന്നത്. ഇനി 40 സെൻറ്റും വീടൊക്കെ അങ്ങനെ മതിയെങ്കിൽ 80,00,000 രൂപയാണ് ആവശ്യപ്പെടുന്നത്. അത് നമ്മുടെ ഒരു സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ചോദിച്ച് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വിശദമായ വീട് ഒരു ബെഡ്റൂമാണ്, മുകളിലത്തെ ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് ബെഡ്റൂമുകളാണ്, ലക്ഷറി വീടാണ്. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പർ വിളിക്കുക. വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ ഇടുക, റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നല്ലൊരു വീട് വയനാട് ജില്ലയിൽ കേണിച്ചിറ ഭാഗത്ത് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ്. മൊത്തത്തിൽ 1 ഏക്കറും വീടുമായിട്ട് കൊടുക്കും, അല്ലെങ്കിൽ നമുക്കൊരു 50 സെൻറ്റോ 40 സെൻറ്റോ വീടുമായിട്ടൊക്കെ കൊടുക്കും. അപ്പം വിശദമായ വിവരങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ വിളിക്കുക. എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് ദയവായി സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതാണ് മൊത്തത്തിൽ 1 ഏക്കർ 18 സെൻറ്റിൻ്റെ അടുത്ത് സ്ഥലമുണ്ട്, 3000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ്, ഒക്കെ ഒരു ലക്ഷറി ടൈപ്പ് വില്ലയാണ്. അപ്പോൾ ഓക്കെ, വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക. ഒരു അടിപൊളി സെറ്റപ്പ് വീടാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.